നമ്മളെല്ലാവരും ആറ്റത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ അതിന്റെ ഹൃദയഭാഗത്ത് ആ ന്യൂക്ലിയസിനുള്ളിൽ എന്താണ് നടക്കുന്നത്? ഇന്ന് നമ്മൾ ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്, ഭൗതികശാസ്ത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സിദ്ധാന്തം വെച്ച്. അതാണ് ന്യൂക്ലിയർ ഷെൽ മോഡൽ. അപ്പോ ഈ കഥ തുടങ്ങുന്നത് ശാസ്ത്രജ്ഞരെ വർഷങ്ങളോളം തലപുകയിപ്പിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ചില പ്രത്യേക ആറ്റോമിക് ന്യൂക്ലിയസുകൾക്ക് ഇത്രയധികം സ്ഥിരത? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവ എന്തുകൊണ്ട് റേഡിയോ ആക്റ്റീവായി മാറുന്നില്ല? ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാകുന്നത്. ഈ സ്ഥിരത വെറുതെയങ്ങ് സംഭവിക്കുന്ന ഒന്നായിരുന്നില്ല. വളരെ കൃത്യമായ ചില നമ്പറുകൾ, അതായത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയോ ന്യൂട്രോണുകളുടെയോ എണ്ണം ഒരു പ്രത്യേക സംഖ്യ ആകുമ്പോഴാണ് ഈ സ്ഥിരത കാണുന്നത്. ശാസ്ത്രജ്ഞർ ഇതിനെ മാന്ത്രിക സംഖ്യകൾ എന്ന് പോലും വിളിച്ചു തുടങ്ങി. അപ്പോ നമുക്ക് ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പരീക്ഷണങ്ങളിൽ നിന്നും അവർ കണ്ടെത്തിയ ആദ്യത്തെ മാന്ത്രിക സംഖ്യ ഏതായിരുന്നു എന്നറിയാമോ? അത് 2 ആയിരുന്നു. പക്ഷെ കഥ എവിടെ തീർന്നില്ല. അടുത്തത് 8. കണ്ടില്ലേ സ്ഥിരതയുടെ മറ്റൊരു ദ്വീപ് പോലെ? അതിനുശേഷം വന്നത് 20. ഇതോടെ ശാസ്ത്രജ്ഞർക്ക് ഒരു കാര്യം ഉറപ്പായി: ഇത് വെറും യാദൃശ്ചികമല്ല. ന്യൂക്ലിയസിന്റെ ആകെ ബഹളത്തിനിടയിൽ നിന്നും വ്യക്തമായ ഒരു നിയമം രൂപപ്പെട്ടു വരികയാണ്. അപ്പോ ഇതാണ് ആ സമ്പൂർണ്ണ ലിസ്റ്റ്. 2, 8, 20, 28, 50, 82, പിന്നെ 126. ഈ നമ്പറുകളിൽ പ്രോട്ടോണുകളോ ന്യൂട്രോണുകളോ ഉള്ള ന്യൂക്ലിയസുകളെ നമുക്ക് ആറ്റോമിക് ലോകത്തെ സൂപ്പർസ്റ്റാർസ് എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതൊന്നും വെറും തിയറി ആയിരുന്നില്ല, അല്ലെങ്കിൽ ആരുടെയോ ഒരു ഊഹം അല്ല. പരീക്ഷണങ്ങളിൽ നിന്ന് കിട്ടിയ തണുപ്പൻ ഡേറ്റ തന്നെയാണ് ഈ മാന്ത്രിക സംഖ്യകളുടെ അസ്തിത്വം ഉറപ്പിച്ചു പറഞ്ഞത്. അപ്പോ ഈ മാന്ത്രിക സംഖ്യകളുടെ പിന്നിലെ രഹസ്യമെന്താണ്? അത് കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ നോക്കിയത് അവർക്ക് നന്നായി അറിയാവുന്ന ഒരിടത്തേക്കാണ്. എവിടെയാണെന്നോ? ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിലേക്ക്. അവരുടെ ചിന്ത വളരെ ലളിതമായിരുന്നു. നമുക്കറിയാമല്ലോ, ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനു ചുറ്റും ഓരോ ഷെല്ലുകളിലായിട്ടാണ് കറങ്ങുന്നത്. അപ്പോ അതുപോലെ തന്നെ ന്യൂക്ലിയസിനുള്ളിലും പ്രോട്ടോണുകൾക്കും ന്യൂട്രോണുകൾക്കും പ്രത്യേക ഷെല്ലുകൾ ഉണ്ടാകുമോ? ഈയൊരു ചിന്തയാണ് ന്യൂക്ലിയർ ഷെൽ മോഡലിലേക്ക് നയിച്ചത്. ഇവിടെയാണ് വാലൻസ് ന്യൂക്ലിയോണുകൾ എന്നൊരാശയം വരുന്നത്. അതായത് ഒരു ന്യൂക്ലിയസിന്റെ ഏറ്റവും പുറത്തുള്ള, പൂർണ്ണമായി നിറയാത്ത ഷെല്ലിലുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. സത്യം പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസിന്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കൂടുതലും ഈ പുറത്തുള്ള ആളുകളാണ്. പക്ഷെ ഒരു സംശയം തോന്നാം അല്ലേ? ഇത്രയും ചെറിയ ഒരിടത്ത് ഇത്രയധികം കണികകൾ, അവയൊക്കെ എങ്ങനെയാണ് കൂട്ടിയിടിക്കാതെ നിൽക്കുന്നത്? അവിടെയാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒരു ട്രാഫിക് പോലീസിനെ പോലെ വരുന്നത്. ഈ നിയമം പറയുന്നത് ഒരു ഷെല്ലിൽ അതിനുൾക്കൊള്ളാൻ കഴിയുന്നത്ര ന്യൂക്ലിയോണുകൾ നിറഞ്ഞാൽ പിന്നെ ഒന്നിനു പോലും അങ്ങോട്ട് പ്രവേശനമില്ല. അതുകൊണ്ട് ഒരു ന്യൂക്ലിയോണിന് ന്യൂക്ലിയസിനകത്തുകൂടി വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഷെല്ലുകളുണ്ട്, അവ നിറയുമ്പോൾ സ്ഥിരത കിട്ടുന്നു, എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് തോന്നുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. ഈ ലളിതമായ ഷെൽ എന്ന ആശയം ഒരു മികച്ച തുടക്കമായിരുന്നു, സംശയമില്ല. പക്ഷെ അതൊരു വലിയ മതിലിൽ ചെന്നിടിച്ചു നിന്നു. എന്തായിരുന്നു ആ പ്രശ്നം? ശാസ്ത്രജ്ഞർ ഈ ഷെല്ലുകളിലെ ഊർജ്ജനിലകളൊക്കെ കണക്കുകൂട്ടാൻ തുടങ്ങി. അവരുടെ മോഡലുകൾ ആദ്യത്തെ 3 മാന്ത്രിക സംഖ്യകൾ, അതായത് 2, 8, 20 എന്നിവയൊക്കെ കൃത്യമായി പ്രവചിച്ചു. പക്ഷേ അതിനു മുകളിലുള്ള സംഖ്യകൾ, അതായത് 28, 50, 82, 126 എന്നിവ വിശദീകരിക്കാൻ ഈ മോഡലുകൾക്ക് കഴിഞ്ഞതേയില്ല. അവിടെ പ്രവചനങ്ങൾ പാളിപ്പോയി. അപ്പോൾ എന്തോ ഒന്ന് അവർക്ക് മിസ്സാകുന്നുണ്ടായിരുന്നു, ഒരു പ്രധാനപ്പെട്ട കഷ്ണം. ആ കഷ്ണമാണ് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. ന്യൂക്ലിയസിനുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന വളരെ ശക്തമായ ഒരു പ്രതിപ്രവർത്തനമായിരുന്നു അത്. ഇതായിരുന്നു ആ രഹസ്യ ചേരുവ. ഈ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അത് ചില ഊർജ്ജനിലകളെ ചെറുതായി വിഭജിച്ചു, ചിലതിനെ കുറച്ചുകൂടി താഴ്ന്ന ഊർജ്ജത്തിലേക്ക് തള്ളിമാറ്റി. ഈ ചെറിയൊരു മാറ്റം മതിയായിരുന്നു. അതോടെ എല്ലാ മാന്ത്രിക സംഖ്യകളും, മുഴുവൻ ശ്രേണിയും കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞു. അപ്പോ ആ വിട്ടുപോയ കഷ്ണം കൂടി ചേർന്നപ്പോൾ ചിത്രം പൂർത്തിയായി. അതോടെ ന്യൂക്ലിയർ ഷെൽ മോഡൽ വെറുമൊരാശയമെന്നതിലുപരി അവിശ്വസനീയമായ പ്രവചനശേഷിയുള്ള ഒരു ശക്തമായ സിദ്ധാന്തമായി മാറി. ഒരുപാട് ന്യൂക്ലിയർ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ അതിന് സാധിച്ചു. മാന്ത്രിക സംഖ്യകൾ മാത്രമല്ല, അതിനപ്പുറം പല കാര്യങ്ങളും ഈ മോഡല് കൃത്യമായി പറഞ്ഞു. ഉദാഹരണത്തിന്, മിക്ക ന്യൂക്ലിയസുകളുടെയും ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പിൻ, പാരിറ്റി എന്നിവ പ്രവചിക്കാൻ കഴിഞ്ഞു. അവയുടെ മാഗ്നറ്റിക് മൊമെന്റങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിച്ചു. ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെന്റങ്ങളുടെ സ്വഭാവം ശരിയായി പ്രവചിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ.
ഇതിന്റെ പ്രവചനശേഷി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയാമോ? നിങ്ങൾ നോക്കൂ, ഓക്സിജൻ 17ന്റെ കാര്യമെടുക്കാം. അതിനെ ജോഡിയില്ലാത്ത ഒരേ ഒരു ന്യൂട്രോണിനെ മാത്രം നോക്കിയിട്ട് ആ ന്യൂക്ലിയസിന്റെ മൊത്തത്തിലുള്ള സ്പിൻ 5/2+ ആണെന്ന് മോഡൽ പ്രവചിച്ചു. പരീക്ഷണങ്ങൾ നോക്കിയപ്പോഴും അതുതന്നെയായിരുന്നു ഉത്തരം. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ലേ? പക്ഷേ ശാസ്ത്രത്തിൽ ഒരു സിദ്ധാന്തവും അവസാന വാക്കല്ല, അല്ലേ? അതുപോലെ ഷെൽ മോഡൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും അതിനും ചില പരിമിതികളുണ്ട്. അതൊരു സമ്പൂർണ്ണ ചിത്രമല്ല. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് അധികം ലളിതമാണ്. അതായത് ന്യൂക്ലിയസിന്റെ സ്വഭാവം തീരുമാനിക്കുന്നത് ആ അവസാനത്തെ ഒരൊറ്റ ന്യൂക്ലിയോൺ മാത്രമാണ് എന്നൊരു സങ്കല്പത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഉള്ളിലുള്ള ബാക്കി നൂറുകണക്കിന് ന്യൂക്ലിയോണുകളുടെ കൂട്ടായ ചലനങ്ങളെ അത് ഏതാണ്ട് പൂർണ്ണമായും അവഗണിക്കുന്നു. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒരു ഉദാഹരണം പറയാം. ഒരു ന്യൂക്ലിയസിന്റെ ആകൃതി ഗോളത്തിൽ നിന്ന് എത്രത്തോളം വ്യതിചലിച്ചിരിക്കുന്നു എന്ന് മോഡലിന് പ്രവചിക്കാൻ കഴിയും. അത് ശരിയുമാണ്. പക്ഷേ ആ രൂപമാറ്റത്തിന്റെ അളവ് നോക്കുമ്പോൾ മോഡലിന്റെ പ്രവചനവും യഥാർത്ഥ അളവും തമ്മിൽ 2-3 ഇരട്ടിയുടെ വ്യത്യാസം കാണാം. മോഡൽ അതിനെ കുറച്ചു കാണുന്നു. അതുപോലെ ഇരട്ട ന്യൂക്ലിയസുകളുടെ ചില പ്രത്യേകതകൾ വിശദീകരിക്കാൻ ഈ മോഡലിന് കഴിയുന്നില്ല. പിന്നെ ചില ന്യൂക്ലിയസുകളുണ്ട്, അവയ്ക്ക് സ്ഥിരമായൊരു ഗോളാകൃതിയില്ല, ഒരു ഫുട്ബോളിന്റെയൊക്കെ ആകൃതിയാണ്. അത്തരം ന്യൂക്ലിയസുകളുടെ കാര്യത്തിൽ ഷെൽ മോഡൽ എന്ന ആശയം തന്നെ പൂർണ്ണമായും പരാജയപ്പെടുന്നു. അപ്പോ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ്. ഒരൊറ്റ കണികയുടെ സ്വഭാവം വെച്ച് മാത്രം ന്യൂക്ലിയസിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് അടുത്ത പടി? ഒരുപക്ഷേ ന്യൂക്ലിയസിനെ കുറെ കണികകളുടെ ഒരു കൂട്ടമായി കാണുന്നതിനു പകരം അവയെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമായി കാണേണ്ടി വരുമോ? ഷെൽ മോഡലിന്റെ പരിമിതികൾ തുറന്നു തരുന്നത് അത്തരം പുതിയ സാധ്യതകളിലേക്കുള്ള വാതിലുകളാണ്.